ആമസോൺ മഴക്കാടുകൾ ആമസോൺ ജംഗിൾ അല്ലെങ്കിൽ ആമസോണിയ എന്നും അറിയപ്പെടുന്നു. ഇത് ആമസോൺ ബയോമിലെ ഈർപ്പമുള്ള വിശാലമായ ഉഷ്ണമേഖല മഴക്കാടാണ്. ഇത് തെക്കേ അമേരിക്കയിലെ ആമസോൺ തടത്തിൻ്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നു. 23 ലക്ഷം ചതുരശ്ര മൈൽ, അതായത് 60 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതുമായ വലിയ ഉഷ്ണമേഖല മഴക്കാടുകൾ. ബ്രസീലിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 40% ഉൾക്കൊള്ളുന്ന ഇത് വടക്ക് ഗയാന ഹൈലാൻഡ്, പടിഞ്ഞാറ് ആൻഡീസ് പർവ്വതനിരകൾ, തെക്ക് ബ്രസീലിയൻ മധ്യപീഠഭൂമി, കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രം എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നദീതടമാണ് ആമസോണിയ. അതിൻ്റെ വനം കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ പടിഞ്ഞാറ് ആൻഡീസ് മരങ്ങൾ വരെ നീണ്ടു കിടക്കുന്നു. അറ്റ്ലാന്റിക് തീരത്ത് 200 മൈൽ, മുൻവശത്തു നിന്നും 1200 മൈൽ വീതിയുള്ള ഒരു ബെൽറ്റിലേക്ക് വനം വികസിക്കുന്നു. അവിടെ താഴ്ന്ന പ്രദേശങ്ങൾ ആൻഡിയൻ താഴ്വരകൾ കണ്ടുമുട്ടുന്നു. ഈ മഴക്കാടുകളുടെ അപാരമായ വ്യാപ്തിയും തുടർച്ചയും ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന ഉയർന്ന മഴയുടെയും ഉയർന്ന ആർദ്രതയുടെയും ഏകതാനമായ ഉയർന്ന താപനിലയുടെയും പ്രതിഫലനമാണ്. ആമസോൺ മഴക്കാടുകൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും വൈവിധ്യപൂർണവുമായ ജൈവ റിസർവോയറാണ്. അതിൽ ദശലക്ഷക്കണക്കിന് ഇനം പ്രാണികൾ, സസ്യങ്ങൾ, പക്ഷികൾ, മറ്റ് ജീവജാലങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അവയിൽ പലതും ഇപ്പോഴും ശാസ്ത്രം രേഖപ്പെടുത്തിയിട്ടില്ല. മർട്ടിൽ, ലോറൽ, ഈന്തപ്പന, അക്വേഷ്യ, റോസ്വുഡ്, ബ്രസീൽ നട്ട്, റബ്ബർ മരങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഇനം മരങ്ങൾ സമൃദ്ധമായ സസ്യജാലങ്ങളെ ഉൾക്കൊള്ളുന്നു. മഹാഗണിയും ആമസോണിയൻ ദേവദാരുവും ചേർന്നതാണ് മികച്ച തടികൾ. പ്രധാന വന്യജീവികൾ ജാഗ്വർ, മനാറ്റി, ടാപ്പിർ, ചുവന്നമാൻ, കാപ്പിബാര എന്നിവയും മറ്റ് പലതരം എലികളും നിരവധി തരം കുരങ്ങുകളും ഉൾപ്പെടുന്നു. 20-ാം നൂറ്റാണ്ടിൽ ബ്രസീലിലെ അതിവേഗം വളരുന്ന ജനസംഖ്യ ആമസോൺ മഴക്കാടുകളുടെ പ്രധാന പ്രദേശങ്ങളിൽ സ്ഥിരതാമസമാക്കി. തടി ലഭിക്കുന്നതിനും മേച്ചിൽപ്പുറങ്ങളും കൃഷിയിടങ്ങളും സൃഷ്ടിക്കുന്നതിനുമായി കുടിയേറ്റക്കാർ ഭൂമി വൃത്തിയാക്കിയതിന്റെ ഫലമായി ആമസോൺ കാടിന്റെ വലിപ്പം ഗണ്യമായി കുറഞ്ഞു. ആമസോൺ നദീതടത്തിന്റെ ഏകദേശം 60% ബ്രസീൽ അതിന്റെ അതിർത്തിക്കുള്ളിൽ കൈവശം വച്ചിരിക്കുന്നു. 15,83,000 ചതുരശ്ര മൈൽ 1970-ൽ വനങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. ഭൂമിയിലെ ഒരു സ്ഥലത്ത് കാണപ്പെടുന്ന വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ, അല്ലെങ്കിൽ പലപ്പോഴും ഭൂമിയിലെ മൊത്തം ജീവജാലങ്ങൾ, ആമസോണിന്റെ ഹൃദയം അതിന്റെ നദികളും വനങ്ങളുമാണ്. ആയിരക്കണക്കിന് സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം. ഹമ്മിങ് ബേർഡ്, ചാനൽ ബിഡ്, ടൂക്കൻസ്, ഹോട്ട്ചിനുകൾ, മക്കാവുകൾ എന്നിങ്ങനെ 1000-ലധികം വ്യത്യസ്ത ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രമായ ആമസോൺ ലോകത്തിലെ പക്ഷികളുടെ ഏറ്റവും വൈവിധ്യമാർന്ന പ്രദേശങ്ങളിൽ ഒന്നാണ്. ആമസോണിന്റെ ഐക്കണായ മക്കാവുകൾ 10 മുതൽ 30 വരെ പക്ഷികളുടെ കൂട്ടത്തിൽ വസിക്കുന്ന ഉയർന്ന ബുദ്ധിശക്തിയും സാമൂഹികവുമാണ്. ജീവിതകാലം മുഴുവൻ ഇണചേരുകയും 60 വർഷം വരെ ജീവിക്കുകയും ചെയ്യും. ചില സ്പീഷീസുകൾക്ക് മനുഷ്യന്റെ സംസാരം പോലും അനുകരിക്കാൻ കഴിയും. എന്നാൽ വനനശീകരണത്തിൽ നിന്നും അനധികൃത വളർത്തുമൃഗങ്ങളുടെ കച്ചവടത്തിൽ നിന്നും മക്കാവുകൾ ഭീഷണിയിലാണ്. 350 തദ്ദേശീയരും വംശീയ വിഭാഗങ്ങളും ഉൾപ്പെടെ 30 ദശലക്ഷത്തിലധികം ആളുകൾ ആമസോണിൽ താമസിക്കുന്നു. കൃഷി, വസ്ത്രങ്ങൾ, പരമ്പരാഗത മരുന്നുകൾ എന്നിവയ്ക്കായി അവർ പ്രകൃതിയെ ആശ്രയിക്കുന്നു. മഴക്കാടുകളിൽ അപകടമുണ്ടാക്കുന്ന നിരവധി ജീവിവർഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവയിൽ കറുത്ത കൈമാൻ, ജാഗ്വർ, കൂഗൻ, അനാക്കൊണ്ട എന്നിവ ഉൾപ്പെടുന്നു. നദിയിൽ ഇലക്ട്രിക് ഇലുകൾക്ക് വൈദ്യുതാഘാതമുണ്ടാക്കാൻ കഴിയും. അത് സ്തംഭിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യാം. അതേസമയം പിരാന മനുഷ്യരെ കടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. വിവിധയിനം വിഷ-ഡാട്ട് തവളകൾ അവയുടെ മാംസത്തിലൂടെ ലിപ്പോഫിലിക് ആൽക്കലോയിഡ് വിഷവസ്തുക്കളെ സ്രവിക്കുന്നു. നിരവധി പരാന്നഭോജികളും രോഗവാഹകരുമുണ്ട്. മഴക്കാടുകളിൽ വസിക്കുന്ന വാമ്പയർ വവ്വാലുകൾ റാബിസ് വൈറസ് പരത്തുന്നു. മലേറിയ, മഞ്ഞപ്പനി, ഡെങ്കിപ്പനി എന്നിവയും ആമസോൺ മേഖലയിൽ പിടിപെടാം. ആമസോണിലെ ജൈവ വൈവിധ്യം കൂടുതലായി ഭീഷണിയിലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായി വനനശീകരണത്തിൽ നിന്നുള്ള ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും തീപിടുത്തങ്ങളുടെ ആവൃത്തിയും 90% ആമസോണിയൻ സസ്യങ്ങളും കശേരുക്കളും തീ ഒരു പരിധിവരെ ബാധിച്ചിരിക്കാം. നനഞ്ഞ ഉഷ്ണമേഖലാ വനങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസുകളാൽ സമ്പുഷ്ടമായ ബയം. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ആർദ്ര വനങ്ങളെക്കാൾ അമേരിക്കയിലെ ഉഷ്ണമേഖലാ വനങ്ങൾ സ്ഥിരമായി കൂടുതൽ ഇനം സമ്പന്നമാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്ന നിലയിൽ ആമസോണിയൻ മഴക്കാടുകൾക്ക് സമാനതകളില്ലാത്ത ജൈവ വൈവിധ്യമുണ്ട്. ലോകത്തിലെ അറിയപ്പെടുന്ന 10-ലൊന്ന് സ്പീഷീസും ആമസോൺ മഴക്കാടുകളിൽ വസിക്കുന്നു. ആമസോൺ മഴക്കാടുകളെ പുഷ്ടിപ്പെടുത്തുന്ന പൊടിയുടെ 56%-ലധികം വരുന്നത് സഹാറ മരുഭൂമിയിലെ വടക്കൻ ചാഡിലെ ബൊഡലെ വിഷാദത്തിൽ നിന്നാണ്. പൊടിയിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. അവ ചെടികളുടെ വളർച്ചയ്ക്ക് പ്രധാനമാണ്. മഴയിലും വെള്ളപ്പൊക്കത്തിലും ആമസോൺ മണ്ണിൽ പ്രതിവർഷം ഒഴുകിപ്പോകുന്ന ഫോസ്ഫറസിന്റെ തുല്യമായ അളവിന് പകരമാണ് സഹാറ പൊടിപടലങ്ങൾ വരുന്നത്. കാവേർന ഡ പെദ്രെ പിന്താഡയിലെ ഒരു ഉത്ഖനനത്തിൽ നിന്നുള്ള പുരാവസ്തു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 11,200 വർഷങ്ങൾക്ക് മുമ്പ് ആമസോൺ മേഖലയിൽ മനുഷ്യവാസികൾ ആദ്യമായി സ്ഥിരതാമസമാക്കി. തുടർന്നുള്ള വികസനം AD 1250 വനത്തിന്റെ ചുറ്റളവിൽ ചരിത്രാതീത കാലത്തെ വാസസ്ഥലത്തിലേക്ക് നയിച്ചു. ഇത് വനമേഖലയിൽ മാറ്റങ്ങൾ വരുത്തി. ആമസോൺ കാടിന്റെ ഭൂരിഭാഗവും ബ്രസീലിലാണ്.
തൊട്ടു പിന്നാലെ പെറു, കൊളംബിയ, ചെറിയ അളവിൽ ബൊളീവിയ, ഇക്വഡോർ, ഫ്രഞ്ച് ഗയാന, സുരിനാം, വെനസ്വേല എന്നിവിടങ്ങളിൽ 4 രാജ്യങ്ങൾക്ക് അവരുടെ ആദ്യ തലത്തിലുള്ള ഭരണപ്രദേശങ്ങളൊന്നിൻ്റെ പേരായി ആമസോണസ് ഉണ്ട്. ഫ്രഞ്ച് ഗയാനയുടെ സംരക്ഷിത മഴക്കാടുകൾക്ക് ഫ്രാൻസ് ഗയാന ആമസോണിക് പാർക്ക് എന്ന പേര് ഉപയോഗിക്കുന്നു. ഭൂമിയിൽ ശേഷിക്കുന്ന മഴക്കാടുകളുടെ മൊത്തം വിസ്തൃതിയുടെ പകുതിയിലധികം ആമസോൺ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലുതും ജൈവ വൈവിധ്യമുള്ളതുമായ ഉഷ്ണമേഖല മഴക്കാടുകൾ ഉൾക്കൊള്ളുന്നു. ഏകദേശം 16,000 ഇനങ്ങളിലായി 390 ബില്യൺ വ്യക്തിഗത മരങ്ങൾ കണക്കാക്കപ്പെടുന്നു. 3000 ശുദ്ധജല മത്സ്യങ്ങൾ, ആയിരക്കണക്കിന് പക്ഷികൾ, ചിത്രശലഭങ്ങൾ, സസ്തനികൾ എന്നിവയുൾപ്പെടെ 40,000-ലധികം സസ്യങ്ങളും 4,000-ലധികം ജന്തുജാലങ്ങളും ആമസോണിലുണ്ട്. ഇവ മനുഷ്യർ കണ്ടെത്തിയവയാണ്. അത്തരമൊരു സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ പിന്തുണയ്ക്കുന്നതിന് പുറമെ ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ്. ആഗോള കാർബൺ ഉദ്ഭവനം വർദ്ധിക്കുന്നതിനിടയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാനും സംഭരിക്കാനും സഹായിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. എന്നിരുന്നാലും വ്യാപകമായ വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനം മൂലം വർദ്ധിച്ചു വരുന്ന കാട്ടുതീ സംഭവങ്ങളും ഓരോ ദിവസവും കൂടുതൽ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളെ നശിപ്പിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിലൂടെ കരയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജന്റെ 20% ആമസോൺ മഴക്കാടുകളാണ്. അതിനാലാണ് ഇതിനെ ഭൂമിയുടെ ശ്വാസകോശം എന്ന മറ്റൊരു പേരുകൂടി നൽകിയിരിക്കുന്നത്. ആമസോൺ നദി ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ്. ഇത് സെക്കൻഡിൽ ശരാശരി 20,90,000 ക്യൂബിക് മീറ്റർ ഡിസ്ചാർജ് നിരക്കിൽ സമുദ്രത്തിലേക്ക് ഒഴുകുന്ന ആഗോള നദീതടത്തിൻ്റെ ഏകദേശം 20% പ്രതിനിധീകരിക്കുന്നു. ഈ നദി ഏകദേശം 2000 മൈലുകൾ ഉൾക്കൊള്ളുന്നു. ആമസോൺ കാട്ടിലെ മരങ്ങളുടെ കട്ടിയുള്ള മേലാപ്പുകൾ കാരണം കാടിൻ്റെ പല ഭാഗങ്ങളിലും ഏതാണ്ട് കറുത്ത കാടിൻ്റെ തറയുണ്ട്. കാരണം അവിടെ സൂര്യപ്രകാശത്തിൻ്റെ 1% മാത്രമേ യഥാർത്ഥത്തിൽ അതിലൂടെ കടന്നു പോകാൻ കഴിയൂ. മഴ പെയ്താൽ വെള്ളം മണ്ണിലെത്താൻ ഏകദേശം 10 മിനിറ്റ് എടുക്കും വിധം കനോപ്പികൾ കട്ടിയുള്ളതാണ്. സത്യത്തിൽ ആമസോണിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തേക്കാൾ വളരെ വലുതാണ്. നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിമുട്ടാണ്. നദി വളരെ വിശാലമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മറുവശം പോലും കാണാൻ കഴിയില്ല. പതിവ് മഴ കാരണം വനം പച്ചയുടെ തിളക്കമുള്ള നിഴലാണ്. അതിൻ്റെ തിളക്കം ആകാശത്തിൻ്റെ തിളക്കമുള്ള നീലമായി മാത്രം പൊരുത്തപ്പെടുന്നു. ആമസോൺ പ്രദേശം മുഴുവൻ പൊതുവെ ചൂടും ഈർപ്പവും വർഷം മുഴുവനും നിലനിൽക്കും. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ആമസോൺ മഴക്കാടുകളുടെ 20% ഇതിനകം വെട്ടിമാറ്റി കഴിഞ്ഞു. വനനശീകരണം ഈ തോതിൽ തുടർന്നാൽ അടുത്ത 40 വർഷത്തിനുള്ളിൽ അധികമൊന്നും അവശേഷിക്കാനിടയില്ലെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആമസോണിലെ വനനശീകരണത്തിന് പലപ്പോഴും കാരണമായി പറയുന്നത് ആമസോണിൻ്റെ 67% വരുന്ന ബ്രസീലിൽ നടക്കുന്ന കന്നുകാലി വളർത്തലാണ്. ഈ വസ്തുതകളും കണക്കുകളും കൗതുകരമാണെങ്കിലും ആമസോൺ അഗാധമായ വനനശീകരണത്തെ അഭിമുഖീകരിക്കുന്നത് തുടരുന്നു. അതുകൊണ്ടാണ് ഈ അത്ഭുതകരമായ വനവും അത് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനം എന്നത്തെക്കാളും ഇപ്പോൾ പ്രധാനമായിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വനനശീകരണത്തെ പിന്തുണയ്ക്കുന്നതിനായി ഒരു വൃക്ഷം നമുക്കും നട്ടുപിടിപ്പിക്കാം.